Okay, students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിലെ സീക്വൻസസ് എന്താണെന്ന് പറഞ്ഞു, ആൾജിബ്ര ഓഫ് സീക്വൻസസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന്. അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ചില സീക്വൻസുകൾ പരിഗണിക്കുക. നമ്മൾ ഫസ്റ്റ് സ്ക്വയറിന്റെ പ്രോബ്ലത്തിൽ വേരിയേറ്റേഴ്സിന്റെ സീക്വൻസ് നമ്മൾ പറഞ്ഞിരുന്നു. 4 പിന്നെ 8 12 4 8 12 16 20 ഇങ്ങനെ പോകുന്ന സീക്വൻസ് നമ്മൾ പരിഗണിച്ചിരുന്നു. പിന്നെ നമ്മൾ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് 2 4 6 8 10 ഇങ്ങനെ പരിഗണിക്കുക. അപ്പൊ നമുക്ക് നോക്കൂ, ഇവിടെ ഫസ്റ്റ് ടേം, ഇതിനെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ x1 x2 x3 അങ്ങനെ പറയുന്നു. അപ്പൊ നമുക്കറിയാം അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്കിടയിലുള്ള, അതായത് ഒരു ടേം കഴിഞ്ഞ് അടുത്ത ടേമിലേക്കും പിന്നെ അടുത്ത ടേമിൽ നിന്ന് തൊട്ടടുത്ത ടേമിലേക്കും ഉള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവക്കിടയിലുള്ള ഡിഫറൻസ് തുല്യമായിരിക്കും. അതായത് ഇവക്കെല്ലാം ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ് d എന്നത് ഉണ്ടായിരിക്കും. അതായത് നോക്കൂ, ഇവിടെ ഫസ്റ്റ് x1 then x2 x3 x4 x5 ഇങ്ങനെ പോകുന്നു. ഏതുവരെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു xn എന്ന് പറയുന്ന ഒരു ടേം കിട്ടുന്നത് വരെ നമ്മൾ xn എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോ ഇവക്കിടയിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. x2 മൈനസ് x1 ആണല്ലോ രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്തത് x3 മൈനസ് x2. ഓക്കെ, നെക്സ്റ്റ് വൺ x4 മൈനസ് x3. ഇങ്ങനെ നമുക്ക് ഡിഫറൻസസ് കാണാം. അപ്പൊ നോക്കൂ, ഈ കേസിൽ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 4 എന്താണ്? 4 ആണ് ഡിഫറൻസ്. ഇനി നോക്കൂ, 12 മൈനസ് 8 എന്താണ്? അതും 4 ആണ്. then 16 minus 12 അതും 4 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഈ ഫസ്റ്റ് സീക്വൻസിൽ നമുക്ക് കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 4 എന്ന് എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സീക്വൻസിനെ, അതായത് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആയതുകൊണ്ട് അതിനെയാണ് എന്ത് പറയുന്നത്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് സമാന്തര ശ്രേണി, ഒരേ ഡിഫറൻസ് ആണ് കൂട്ടി പോകുന്നത്. ഇനി നമുക്ക് ഈ നെക്സ്റ്റ് സെക്കൻഡ് വൺ ഒന്ന് നോക്കാം. സെക്കൻഡ് കോമൺ ആയിട്ട് 2 4 6 8 ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എന്താ വരിക? d. 4 മൈനസ് 2 2 ആണ്. then 6 മൈനസ് 4 2 ആണ്. 8 മൈനസ് 6 2 ആണ്. 10 മൈനസ് 8 2 ആണ്. അപ്പോ രണ്ടാമത്തെ ഈ സീക്വൻസിൽ d എന്താണ്? 2 എന്ന് പറയുന്നതാണ്. അപ്പോ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വിത്ത് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് എ സീക്വൻസ് that starting with any number, ഏതൊരു നമ്പറിലും സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം then a common difference is repeatedly added to get the next term. നമുക്ക് അടുത്ത ടേം കിട്ടാൻ എന്താണ്? കോമൺ ഡിഫറൻസ് റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ഒരുപാട് എക്സാമ്പിൾസ് ഇതിന് നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ സ്ക്വയേഴ്സ് പരിഗണിച്ചപ്പോൾ അതിന്റെ പെരിമീറ്റേഴ്സ് പരിഗണിച്ചിരുന്നു. ആ പെരിമീറ്റേഴ്സിന്റെ സീക്വൻസ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഇത് ഈവൻ നമ്പേഴ്സ് ആണല്ലോ, ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ 2 4 6 8 എന്ന് പറയുന്നത്. ഇനി ഒറ്റ സംഖ്യകൾ എടുത്താൽ 1 3 5 ഇതെടുത്താലും കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണ്. അപ്പൊ അതും ഒരു സീക്വൻസ് ആണ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇനി നമ്മളെ ഏരിയ ഫസ്റ്റ് പരിഗണിച്ചിരുന്നല്ലോ. സ്ക്വയേഴ്സിന്റെ ഏരിയ വന്നിരുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരുന്നു. അതായത് 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 എന്ന് പറയുന്ന, പിന്നെ 4 സ്ക്വയർ 16 എന്ന് പറയുന്ന ഒരു സീക്വൻസ് പരിഗണിച്ചിരുന്നു. ഇതിൽ കോമൺ ഡിഫറൻസ് ഇല്ല. 4 മൈനസ് 1 3 ആണ്. 9 മൈനസ് 4 വേറൊരു സംഖ്യയാണ്. പിന്നെ 16 മൈനസ് 9 മറ്റൊന്നാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. ഇത് സീക്വൻസ് ആണെങ്കിലും ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പോ സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് തന്നെയാണ്, പക്ഷെ
അവർക്ക് നെക്സ്റ്റ് ടേം കിട്ടാൻ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിൽ അടുത്തതായിട്ട് ഒരു കൺസെപ്റ്റ് പഠിക്കുന്നത് പൊസിഷൻ ആൻഡ് ടേം എന്നുള്ള കൺസെപ്റ്റ് ആണ്. പൊസിഷൻ ആൻഡ് ടേം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ പൊസിഷനും ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റ് വൺ പൊസിഷൻ ഒരു നമ്പറിന്റെ പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ ഇങ്ങനെ പോകുന്നു. ഇനി നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സീക്വൻസ് പരിഗണിക്കുക. അപ്പൊ അതിന്റെ ടേംസ് ഉണ്ടാവും. ഓരോ സംഖ്യയെയും അതിന്റെ ടേം എന്നാണ് പറയുന്നത്. അപ്പോ പൊസിഷൻ ആൻഡ് ടേം എന്നുള്ളത് പരിഗണിക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സീക്വൻസ്, അപ്പൊ ഇഷ്ടമുള്ള ഒരു സീക്വൻസ് നമ്മൾ നേരത്തെ അടുത്ത് തന്നെ ആവാം. പെരിമീറ്റേഴ്സിന്റെ സീക്വൻസ് 4, 8, 12, 16, then 20 അങ്ങനെ പോകുന്ന സീക്വൻസ്. then 20 കഴിഞ്ഞാൽ ഏതാണ്? 4 into 5 20. then അടുത്തത് ഏതാണ്? 4 into 6 24. ഓക്കെ, 4 വീതം ആഡ് ചെയ്ത് പോകുന്ന നമ്പർ. അപ്പോ ഈ ഒരു സീക്വൻസ് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് പൊസിഷനിലുള്ള ടേം ആണ് 4, സെക്കൻഡ് പൊസിഷനിലുള്ള ടേം ആണ് 8, തേർഡ് പൊസിഷനിലുള്ള 12 അങ്ങനെ പോകുന്നു. ഇനി ഇതിൽ നിന്നും നമുക്ക് ഏത് സംഖ്യ കണ്ടു കഴിഞ്ഞാൽ, ഏത് ടേം തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫസ്റ്റ് ടേം തന്നു, പിന്നെ ഈ ഫിഫ്ത്ത് ടേം മാത്രം തന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇതില് ഈ സംഖ്യകൾ മാത്രം, അതായത് ഏതെങ്കിലും സെക്കൻഡ് പൊസിഷനിലുള്ള ഒരു നമ്പർ തന്നു, ഫിഫ്ത്ത് പൊസിഷനിലുള്ള ഒരു നമ്പറും തന്നു, ടേമും തന്നു. അപ്പോ ഇവിടെ നമുക്ക് ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ എന്താണ് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സീക്വൻസ് തന്നു. അതില് സെക്കൻഡ് പൊസിഷനിലുള്ള ടേം 8ഉം ഫിഫ്ത്ത് പൊസിഷനിലുള്ളത് 20യുമാണ്. സെക്കൻഡ് പൊസിഷനിലുള്ളത് 8 ആണ് ടേം, പിന്നെ ഫിഫ്ത്ത് പൊസിഷനിലുള്ളത് 20 ആണ്. അപ്പോ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് പൊസിഷനിലുള്ള ടേം 8 ആണ്, ഫിഫ്ത്തിലുള്ളത് 20 ആണ്. ഇനി ഇതിൽ നിന്നും നമ്മളോട് കോമൺ ഡിഫറൻസ് കാണാൻ പറയുന്നു. ആ കോമൺ ഡിഫറൻസ് കാണാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ഈ ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, അതിനെ എന്താണ് പൊസിഷനുകൾ തമ്മിൽ മൈനസ് ചെയ്തത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതാണ്. അപ്പൊ നമുക്ക് നോക്കാം, 20 മൈനസ് 8. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഇതിൽ നിന്നും 8 കുറയ്ക്കുക. 20 മൈനസ് 8 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2. 5 മൈനസ് 2. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? അഞ്ചാമത്തെ പൊസിഷനിൽ നിന്നും രണ്ടാമത്തെ പൊസിഷൻ കുറയ്ക്കുക. അപ്പൊ നമുക്കറിയാം 20 മൈനസ് 8 12 ആണ്. 12 5 മൈനസ് 2 3 ആണ്. 12 by 3 that is equal to 4 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിഗണിച്ച സീക്വൻസ് എന്തായിരുന്നു? ടേം എന്തായിരുന്നു? 4 8 12 16 20 24 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊരു സീക്വൻസ് തന്നാലും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മളിവിടെ ഫസ്റ്റ് എടുത്ത സീക്വൻസിൽ എന്തായിരുന്നു കോമൺ ഡിഫറൻസ്? 8 മൈനസ് 4 ആയിരുന്നു, 4 അല്ലേ? അതാണ് നമുക്ക് ടേംസും പൊസിഷനും തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു സൂത്രവാക്യമാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ചില ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. Give reasons for the arithmetic sequence. Write common difference also.
അപ്പോൾ ഇവിടെ കുറച്ച് 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ 5 ക്വസ്റ്റ്യനിലുള്ളതും അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും അതിനുള്ള കാരണവും കോമൺ ഡിഫറൻസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അത് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓഡ് നമ്പേഴ്സ് എന്താ 1 3 5 7 എക്സെട്ര ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് നമ്മൾ നോക്കുക. ഡി എന്താണ് 3 - 1 2 ആണ്. പിന്നെ 5 - 3 2 ആണ്. 7 - 5 എന്താണ് 2 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം എന്താണ് this is an sequence of odd numbers is an arithmetic sequence because the common difference is 2. common difference 2 ആയതുകൊണ്ട് തന്നെ ഇതൊരു arithmetic sequence ആണെന്ന് പറയാം. The second one sequence of even numbers. നമുക്ക് ഇരട്ട സംഖ്യകൾ sequence of even numbers ഏതാണ് 2 4 6 8 ഇങ്ങനെ തുടർന്ന് പോകുന്ന സീക്വൻസ്. അതും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. കോമൺ ഡിഫറൻസ് d is equal to 2 ആണ്. അതുകൊണ്ട് എല്ലാ ഏത് ടേംസ് അടുത്തടുത്ത 2 കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തു കഴിഞ്ഞാലും 6 8 എടുത്തു കഴിഞ്ഞാലും കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 2 തന്നെയാണ്. അതുകൊണ്ട് sequence of even numbers is also an arithmetic sequence because its common difference is 2. Okay, the third one ആണ് നമ്മൾ നോക്കുന്നത്. third one question ഇതാണ് sequence of fractions got as half of the odd numbers. sequence of fractions got as half of the odd numbers. അതായത് ഈ ഫ്രാക്ഷൻസിന്റെ സീക്വൻസ് ആണ്. ആ ഫ്രാക്ഷൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് നമ്മൾ ഫസ്റ്റ് എഴുതിയ അതിന്റെ പകുതി എടുത്തിട്ടുള്ള സീക്വൻസ്. അതായത് ഇവിടെ വരിക 1/2 കോമ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആദ്യം എഴുതാൻ പറ്റും. 1 3 5 7 ഇങ്ങനെ പോകുന്നു സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇനി ഇതിൽ നിന്നും വേറൊരു സീക്വൻസ് അവർ പറഞ്ഞതാണ് ഇതിന്റെ ഫ്രാക്ഷൻസ് ആണ്. അതായത് ഇതിന്റെ പകുതി എടുത്തിട്ടുള്ളത് 1/2 ഹാഫ് സീക്വൻസ് ഗോട്ട് ബൈ ഹാവിംഗ്, അതായത് ഹാഫ് ആക്കുന്നു. അപ്പോൾ 1/2 ഫസ്റ്റ് ടേം, then 3/2, then 5/2 എല്ലാത്തിന്റെയും ഹാഫ്, then 7/2 ഇങ്ങനെ പോകുന്നു. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കിട്ടും? how we will find out this one? എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഓരോ ടേംസ് എടുക്കുക. ഫസ്റ്റ് ടേം ഹാഫ് ആണ്, സെക്കൻഡ് ടേം 3/2 ആണ്, തേർഡ് ടേം 5/2 ആണ്, then 7/2 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ടേം ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 3/2 ഫസ്റ്റ് സെക്കൻഡ് പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് പൊസിഷൻ ഒന്ന് ഫസ്റ്റ് ടേം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ x2 മൈനസ് x1 ചെയ്ത് നോക്കുക. ഇത് x1 ആണ്, ഇത് x2 ആണ്. ഓക്കേ, നമുക്ക് വേണമെങ്കിൽ മുകളിൽ ഒന്ന് എഴുതിയിടാം. x1 x2 x3 x4 ഇങ്ങനെ പോകുന്നു. ഓക്കേ, x2 x3 x4 ക്ലിയർ. x2 മൈനസ് x1 ചെയ്ത് നോക്കുക. അതായത് 3/2 മൈനസ് 1/2. നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, അതുകൊണ്ട് ഫ്രാക്ഷൻസിന്റെ മൈനസ് നമ്മൾ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. 3 - 1 എന്താണ്? 3 - 1 2 ആണ്, 2/2. then 2/2 is equal to 1 ആണ്. അപ്പോൾ 2/2 1 ആയതുകൊണ്ട് കോമൺ ഡിഫറൻസ് d is equal to 1 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തതിൽ x3 മൈനസ് x2 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കേ, x3 എന്താണ് 5/2 മൈനസ് x2 എന്താണ് 3/2. ഓക്കേ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, 2 എടുക്കാം. then ന്യൂമറേറ്റർ എന്താണ് 5 - 3 that is 2 ആണ്. 2/2 1 ആണ്. therefore ഇവിടെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് d1 ആണ്. ഇനി അടുത്ത നോക്കൂ, 7/2 മൈനസ് 5/2. 7 - 5 is also 2. 2/2 that is equal to 1. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്? ഇതും മൂന്നാമത്തെ സീക്വൻസും എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 1 കിട്ടിയത് കൊണ്ട് മൂന്നാമത്തെ സീക്വൻസും എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ആ സീക്വൻസ് എങ്ങനെയാണ് കിട്ടിയിരുന്നത്? സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസിന്റെ സീക്വൻസ് ആണ് ഗോട്ട് ആസ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സിന്റെ പകുതി വരുന്ന സീക്വൻസ്. ഓക്കേ, ആ ഫ്രാക്ഷൻസിന്റെ
അപ്പോൾ ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നാലാമത്തെ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2 ന്റെ പവേഴ്സ്. ഓക്കേ, അത് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, സീക്വൻസ് ഓഫ് powers of 2. 2 ന്റെ പവേഴ്സ് എന്ന് പറയുന്നത് 2 ന്റെ പവേഴ്സ് എന്താ? ഫസ്റ്റ് വൺ 2 raised to 1 2 തന്നെയാണ്. പിന്നെ 2 raised to 1 2 raised to 2 2 raised to 3 2 raised to 4 ഇങ്ങനെ പോകുന്നു. ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? 2 raised to 1 2 2 square 4 2 cube 8 2 raised to 4 16 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം ഇത് എന്താണ് സീക്വൻസ്, അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലേ, അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കേ, അപ്പോ ഫസ്റ്റ് ടേം എന്താണ്? ഇതാ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. x1 x2 x3 x4 x5 എന്ന് പറഞ്ഞാൽ 2 raised 5 32 വരും. ഓക്കേ, ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഓക്കേ, ഇനി നമുക്ക് x2 x1 ആണ് ഫസ്റ്റ് ഡിഫറൻസ് കാണേണ്ടത്. 4 2 that is equal to 2. then അടുത്തത് എന്താണ്? x3 x2 ആണ്. x3 എന്ന് പറയുന്നത് 8 ആണ്. 8 4 is equal to 4. then x4 x3 that is 16 8 8 that is equal to 8 അങ്ങനെ പോകുന്നു. അപ്പോ കോമൺ ഡിഫറൻസ് എന്തല്ല? ഈക്വൽ അല്ല. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല. ഡിഫറൻസ് ഈക്വൽ അല്ല. ഇവിടെ ഈ കേസിലൊന്നും ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് ഈ സീക്വൻസ് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ദാറ്റ് ഈസ് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 is not an arithmetic sequence because the common difference there is no common difference. Okay, ni adutha sequence fifth question parayunnathu sequence of reciprocals of natural numbers. Okay, fifth question nokam. fifth otte question il 5 part undu. adile fifth one aanu parayunnathu endanu? Sequence of reciprocals of natural numbers. appo natural numbers ariyam 1 2 3 4 5 6 7 8 അങ്ങനെ പോകുന്നു. ഇതിന്റെ റെസിപ്രോക്കൽസ് 1 by 1. ഓക്കേ, അപ്പോ 1 ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1 by 1 ആണ്. അത് 1 തന്നെയാണ്. ഓക്കേ, അപ്പോൾ 1 തന്നെയാണ് 1 by 1. then അടുത്ത എന്താണ്? 2 ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 by 2 then 1 by 3 then 1 by 4 then 1 by 5 അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1 by 2 ആണ്, തേർഡ് ടേം 1 by 3 ആണ്, 1 by 4 ആണ്, 1 by 5 ആണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ x2 x1 എന്ന് പറയുന്നത് എന്താ? x2 x1 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഹാഫ് മൈനസ് 1 that is equal to എന്താ വരിക? മൈനസ് ഹാഫ് ആണല്ലോ. ഹാഫ് മൈനസ് 1 വരുന്നത് മൈനസ് ഹാഫ്. then 1 by 3 x3 x2 x2 is equal to 1 by 3 minus 1 by 2. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. that is 2 into 1 2 1 into minus 1 into 3 3 therefore and 3 into 2 6. that is 2 minus 3 that is minus 1 by 6 എന്ന് വരും. അപ്പോൾ ഈ ഡിഫറൻസ് സെയിം ആയി വരുന്നില്ല എന്നർത്ഥം. -1 by 6. അപ്പോൾ അതെന്തല്ല? അപ്പോൾ ഇതൊരു ഡിഫറൻസ് സെയിം അല്ലാത്തത് കൊണ്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ? ഇനി അടുത്തതുമാണെങ്കിൽ ചെയ്തു നോക്കാം. 1 by 4 minus 1 by 3 അതും വേറെ ഒരു സംഖ്യയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്കിത് ഡിഫറൻസ് സെയിം അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്താണ് ഇങ്ങനെ ഒരു ചിത്രം. ഇതിനുശേഷം ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർസ് ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ പെർപെൻഡിക്കുലർസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ തുടർന്ന് പോകുന്നു. ഓക്കെ, ഇവിടെ നിന്നോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്നോട്ടുള്ള ഡിസ്റ്റൻസും
എല്ലാം സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലർസ് ടു ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഈ ബോട്ടം ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർസ് എന്താണ് ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഇത് x ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും x ആണ്, ഇതും x ആണ്, ഇതും ഒക്കെ എല്ലാം x ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈക്വലി സ്പേസ്ഡ്. ഇനി നമ്മളോട് പറയുന്നത് പ്രൂവ് ദാറ്റ് continuing like this the length of perpendiculars from an arithmetic sequence. അതായത് ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് ഇതിന്റെ ലെങ്ത്തുകൾ, ഈ ലെങ്ത് പെർപെൻഡിക്കുലറിന്റെ ഈ ലെങ്ത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളത്, ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് എല്ലതും എന്താണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നു എന്നാണ്. അതിനു വേണ്ടി ഒന്നുമില്ല, സിമ്പിൾ ആണ്, ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മള് ഈ x ആണല്ലോ, അപ്പോൾ ഈ ഇവിടെ ഈ ഫസ്റ്റ് പെർപെൻഡിക്കുലറിന്റെ ബോട്ടം അല്ല ടോപ്പ് ഭാഗത്ത് നിന്നും നമ്മൾ സെക്കൻഡ് പെർപെൻഡിക്കുലറിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. അതുപോലെ എല്ലാത്തിനും ട്രയാങ്കിൾസ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ബോട്ടം ലൈൻ എല്ലാം x, അത് നമുക്ക് തന്നിട്ടുണ്ട്, ഈക്വലി സ്പേസ്ഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ബോട്ടം ലൈൻ എല്ലാം x ആണ്. ഓക്കെ, പിന്നെ അത് ബോട്ടം ലൈൻ x ആയതുകൊണ്ട് ഈ പിന്നെ അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ, അതായത് ഇതിന്റെ ഹൈപ്പോട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഒരു റൈറ്റ് ട്രയാങ്കിൾ എല്ലായിടത്തും കോൺഗ്രുവന്റ് ആയിട്ടുള്ള അതായത് സർവ്വസമമായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇതിന്റെ ഈ ഹൈപ്പോട്ടനസ് ആയിട്ട് ഇത് വരും. ഇത് h ആണെങ്കിൽ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ എല്ലാം ഹൈപ്പോട്ടനസും സെയിം ആണ്. അതുകൊണ്ട് ഈ ഹൈറ്റും എന്തായിരിക്കും? ഹൈറ്റ് h ഉം സെയിം ആയിരിക്കും, ഹൈപ്പോട്ടനസും ഹൈറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് all these triangles are congruent. ഈ ട്രയാങ്കിൾസ് ഒക്കെ കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ഈ h ഇവിടെ h ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ h ആയിരിക്കും, ഇവിടെ h ആയിരിക്കും, ഇവിടെ h ആയിരിക്കും, ഇവിടെ h ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ പെർപെൻഡിക്കുലേഴ്സ് തന്നിട്ടുള്ള പെർപെൻഡിക്കുലേഴ്സ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇത് നമുക്കൊരു ലെറ്റർ എന്താണ് ഹൈറ്റ് എടുക്കാം. ഫസ്റ്റത്തെ ഹൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ h എന്തെങ്കിലും ഒന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് h ആണെന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ സെക്കൻഡിന്റെ എന്താണ് അതിനോട് കൂടിയിട്ട് ഒരു സ്മോൾ h കൂടിയിട്ടുണ്ട്, സ്മോൾ h 1h കൂടിയിട്ടുണ്ട്. ഇനി അടുത്തതോ ഫസ്റ്റ് h ആണ്, സെക്കൻഡ് വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ h പ്ലസ് സ്മോൾ h കൂടിയിട്ടുണ്ട്. രണ്ടാമത്തത് h നോട് കൂടിയിട്ട് 2h കൂടിയിട്ടുണ്ട്. ഓക്കെ, 2h പിന്നെ h പ്ലസ് 3h ഇങ്ങനെ കൂടി വരുന്നു. അതുകൊണ്ട് ഇവയ്ക്കിടയിലുള്ള കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് h ആണ്. അതുകൊണ്ട് ഈ പെർപെൻഡിക്കുലേഴ്സ് ഒരു ഫോം ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ പെർപെൻഡിക്കുലേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഈസിലി ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദി ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഈസ് xn. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്. നമ്മൾ xn എന്ന ടേമിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് given that the algebraic sequence, the algebraic form of a sequence is xn is equal to n cube minus 6n square then plus 13n minus 7. ഇങ്ങനെ ഒരു സീക്വൻസ്, ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നു. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഈസ് ഇറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്? ഇതൊരു AP ആണോ AS ആണോ എന്നാണ് ചോദ്യം. ഈസ് ഇറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ടേം x1 കണ്ടെത്തുക. x1 കണ്ടെത്താൻ എന്താണ്? n ന് പകരം 1 കൊടുക്കുക. n ന് പകരം 1. ഇവിടെ x1 n ന് പകരം 1 കൊടുത്താൽ 1 ക്യൂബ് മൈനസ് 6 into 1 square plus 13 into 1 minus 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി x2 കണ്ടെത്തുക. x2 എങ്ങനെയാ? n ന് പകരം 2 കൊടുക്കുക. 2 ക്യൂബ് minus 6 into 2 square plus 13 into 2 minus 7 എന്ന് കിട്ടും. അങ്ങനെ സെക്കൻഡ് ടേം കിട്ടും. ഇനി x3 കാണുക. അടുത്ത എന്താണ്? 3 ക്യൂബ്
3 cube minus 6 into 3 square plus 13 into 3. 13 into 3. Okay? 13 into 3 minus 7. ഈ മൂന്നും കണ്ടിട്ട് കോമൺ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ല എന്ന് കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 1 ക്യൂബ് 1 തന്നെയാണ്. then ഇപ്പോൾ ചെയ്യാം. 1 ക്യൂബ് എന്താണ്? 1 ആണ്. മൈനസ് 6 into 1 സ്ക്വയർ 6 തന്നെയാണ്. പ്ലസ് 13 into 1 13 തന്നെയാണ്. 7. ഇനി നമുക്ക് ഒരേ ടേംസ് കൂട്ടാം. ഒരേ സൈൻ ഉള്ളത് കൂട്ടി വെക്കുക. അപ്പോൾ 14. 1 plus 13 14. then മൈനസ് ഉള്ളത് 6 ഉം 7 ഉം ആണ്. 12 minus 13. 14 minus 13 is equal to 1. ഫസ്റ്റ് ടേം കിട്ടി. x1 is equal to 1 എന്ന് വന്നു. ഇനി സെക്കൻഡ് ടേം നോക്കാം. 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 into 2 into 2. That is എത്രയാണ്? 2 into 2 4. 4 into 2 8. Okay? 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8 minus 6 into 2 square. 2 square എത്രയാണ്? 2 square എന്ന് പറയുന്നത് 4 ആണ്. 4 into 6 എത്രയാണ്? 4 into 6 24 അല്ലേ? 6 4 24. ഓക്കെ? പ്ലസ് 13 into 2. 13 into 2 എന്ന് പറയുന്നത് എത്രയാണ്? 26 minus 7. ഓക്കെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 minus 24 plus 26 minus 7. ഇനി നമുക്ക് ഒരുപാട് ടേംസ് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെയാണോ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാവുന്നത് അതുപോലെ എഴുതാം. ഓക്കെ? 8 plus 24 എന്താണ്? 8 plus 26. 28 ഉം 6 ഉം 34. then minus 24 ഉം 7. 24 ഉം 7 ഉം കൂട്ടി ചേർത്താൽ 31. 34 minus 31. അപ്പോൾ 4 minus 1 എന്ത് വരും? 4 minus 1 3 വരും. ഓക്കെ? ക്ലിയർ? 34 minus 31 3 വരും. then നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ടേം കിട്ടി. ഇനി തേർഡ് ടേം ഒന്ന് നോക്കാം. 3 ആണ് കാണുന്നത്. x3 തേർഡ് ടേം കാണാൻ 3 ക്യൂബ് എന്ന് പറയുന്നത് 3 into 3 into 3 that is 27. then minus 6 into 3 square. 3 square എന്ന് പറയുന്നത് 9 ആണ്. 9 into 6 54 ആണ്. 54 plus 13 into 3. 13 into 3 39 ആണ്. minus 7. ഇത് എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ 27 plus 39. പോസിറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. 27 plus 39. അതായത് ഇവിടെ ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ 40 plus 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 40 plus 26. 40 ഉം 26 ഉം ആഡ് ചെയ്യാം. അതായത് 66 ആണ് വരിക. 40 plus 26 66. then 54 ഉം 7 ഉം ആഡ് ചെയ്യാം. 54 ഉം 6 ഉം 60 ആണ്. 60 യോട് കൂടി ഒന്നും കൂടി ആഡ് ചെയ്യാം. ഓക്കെ? അപ്പോ 61 കിട്ടും. 61 that is എന്ത് കിട്ടി? 66 minus 61 അതായത് 5 വരും. ഓക്കെ? 5. ഓക്കെ? 5 എന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് x4 ചെയ്ത് നോക്കാം. x4 സ്വന്തം ഈ മൂന്ന് ടേംസ് ഉണ്ടായാലും മതി. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ x1 എന്ന് കിട്ടി. ഫസ്റ്റ് വൺ x1 is equal to 1 എന്ന് കിട്ടി. x2 is equal to 3 എന്ന് കിട്ടി. x3 is equal to 5 എന്ന് കിട്ടി. നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. x2 minus x1 എന്ന് പറയുന്നത് x2 minus x1 എന്ന് പറയുന്നത് എന്താണ്? 3 minus 1 2 ആണ്. ഇനി x3 minus x2 എന്താണ്? 5 minus 3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ രണ്ട് കേസിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ? ഇനി അടുത്ത ടേമും കൂടി നമ്മൾ നോക്കണം. അടുത്ത ടേം നോക്കിയാലാണ് നമുക്ക് ശരിക്ക് എന്താണ് ഇതിന്റെ ആൻസർ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫോർത്ത് ടേം x4. അതിന് ഇതൊന്ന് വായിക്കാം. x4 ഇതുവരെ ഉള്ളത് 2 ആണ്. ഇനി x4 എന്ന് നോക്കാം. x4 is equal to 4 cube minus 6 into 4 square plus
30 into 4 minus 7. 4 cube എന്ന് പറഞ്ഞാൽ എന്താ 4 into 4 into 4. That is 4 into 4 16 ആണ്. into 4 എത്രയാണ് വരിക 64 ആണ് അല്ലേ. 16 into 2 32 32 into 2 32 ന്റെ ഡബിൾ 64 വരും. Then 64 minus 6 into 4 square. 6 into 4 square എന്ന് പറയുന്നത് 4 square എന്താണ് 4 square എന്ന് പറയുന്നത് 16 ആണ്. 16 into 6 16 into 6 എന്ന് പറയുന്നത് 96 ആണ്. 96 plus 13 into 4 എന്ന് പറയുന്നത് 13 into 4 52 minus 7. അപ്പോൾ ഒന്ന് നോക്കൂ പോസിറ്റീവ് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് നോക്കാം. 64 ഉം 52 ഉം 64 ഉം 50 ഉം എത്രയാണ് 114 plus 2 116 പിന്നെ 96 ഉം 7 ഉം 96 ഉം 7 ഉം 96 ഉം 4 ഉം വരുന്നത് 100 ആണ്. 96 ഉം 103 അപ്പോൾ 116 minus 103 ചെയ്ത് കഴിഞ്ഞാൽ 6 minus 3 എത്രയാണ് 6 minus 3 3 ആണ്. 1 minus 0 1 ആണ് 13. ഓക്കേ അപ്പോൾ വരുന്നത് x4 എന്ന് പറയുന്ന ടേം വരുന്നത് 13 ആണ്. അപ്പോൾ 13 അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടിയ x1 x2 x3 x4 ഒന്ന് നേരത്തെ എഴുതി നോക്കാം. x1 എത്രയായിരുന്നു 1 ആയിരുന്നു. x2 എത്രയായിരുന്നു 3 ആയിരുന്നു. x3 എന്തായിരുന്നു 5 ആയിരുന്നു. x4 എന്താവുന്നത് 13 ആണ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് x2 minus x1 2 കിട്ടി. x3 minus x2 2 കിട്ടി. ഇനി x4 minus x3 ചെയ്തു നോക്കാം. x4 minus x3 എന്ന് പറയുന്നത് എന്താണ് 13 minus 5 8 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് d സെയിം അല്ല 8 ആണ് വരുന്നത്. അതായത് 13 minus 5. ഓക്കേ അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമ്മൾ 4 ടേം കണ്ടപ്പോഴാണ് ഇതിന്റെ ആൻസർ കിട്ടിയത്. Therefore this is not an arithmetic sequence. This is not an arithmetic sequence, not as. Okay അപ്പോൾ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഇനി നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിരുന്നു കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ d is equal to term difference by position difference. term difference by position difference. ഓക്കേ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ in each of the arithmetic sequence below some terms are missing. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചില ടേംസ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് and their positions are marked with സർക്കിൾ കൊണ്ട് പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ഫൈൻഡ് ദം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 42. then അടുത്ത രണ്ട് ടേംസ് സർക്കിൾ ചെയ്തിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് രണ്ട് ടേംസ് സർക്കിൾ ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്തത് 24 42. ഓക്കേ then third one എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിൾ ചെയ്തിരിക്കുന്നു. 24 then circle then 42. അടുത്തത് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് 24 ആണ്. സെക്കൻഡ് ടേം 42 ആണ്. ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കഴിയും. എന്താണ് 42 minus 24. 42 minus 24 then 12 minus 4 8 then 3 minus 2 1. That is 18 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. ഈ 42 നോട് കൂടിയിട്ട് 18 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും തേർഡ് ടേം കിട്ടും. പിന്നെ വീണ്ടും ഒരു 18 ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താ വരിക? ഈ സർക്കിൾ ചെയ്തു കൊടുത്ത് എന്താ വരിക? കുറച്ച് വലുതാക്കാം. ഓക്കേ
42 plus 18 42 plus 18 എന്താ വരിക 60 ആണ് വരിക പിന്നെ വീണ്ടും ഒരു 18 കൂടി ആഡ് ചെയ്താൽ 78 ഓക്കേ 60 plus 18 എന്താണ് 78 ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താ ഡിഫറൻസ് വരിക 42 minus 24 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് എന്താ 18 ആണ് കിട്ടുന്നത് വീണ്ടും 24 ൽ നിന്നും 18 കുറക്കാം അപ്പോൾ 24 ൽ നിന്നും 18 കുറച്ചാൽ എത്രയാ 18 കുറച്ചാൽ 14 minus 8 എന്താണ് 6 ആണ് വരുന്നത് ഓക്കേ 14 minus 8 6 ആണ് വരുന്നത് ഓക്കേ അപ്പോൾ ഇവിടെ എന്ത് വരും 6 വരും വീണ്ടും 6 ൽ നിന്നും എന്ത് കുറക്കുക 6 ൽ നിന്നും ഒരു 18 കൂടി കുറക്കുക ഒരു 18 കൂടി കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും ഇപ്പുറത്തേക്ക് വരും മൈനസ് ആയിട്ട് വരും മൈനസ് സംഖ്യ കിട്ടും 6 ൽ നിന്നും വീണ്ടും 18 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് -12 നമുക്കറിയാം ലൈനിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ 6 ആണ് ഇവിടെ നിന്നും ഇവിടെ 0 ആണ് ഈ റിയൽ ലൈനിൽ പിന്നെ അതിൽ നിന്നും 6 ഇവിടേക്ക് 6 കുറച്ചു അപ്പോൾ 0 ലെത്തി വീണ്ടും ഒരു 12 കൂടി കുറച്ചാലാണ് നമുക്ക് 18 6 ൽ നിന്നും 18 കുറക്കുന്നത് അപ്പോൾ -12 ആണ് വരിക ഓക്കേ അപ്പോൾ -12 ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഓക്കേ ക്ലിയർ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ -12 then 6 then 24 then 42 ഇനി നോക്കൂ ഇത് ഇവിടെയാണ് നമ്മൾ ഈ പൊസിഷനെ ഉപയോഗിക്കുന്നത് 42 ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇവിടെ പൊസിഷൻ നാലാമത്തെ പൊസിഷൻ ഇവിടെ രണ്ടാമത്തെ പൊസിഷൻ അപ്പോൾ നോക്കൂ d എങ്ങനെ കാണാം d കാണുന്നത് ടേം ഡിഫറൻസ് 42 24 42 24 എത്രയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ട് 18 ആണ് ഒന്നും കൂടി എഴുതാ 42 24 ഡിവിഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് പൊസിഷനിലാണ് ഇത് സെക്കൻഡ് പൊസിഷനിലാണ് 4 2 okay d is equal to 18 42 minus 24 18 ആണ് 18 minus 2 18 divided by 2 that is equal to 9 okay 18 divided by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ ഇവിടെ 24 നോട് കൂടെ 9 ആഡ് ചെയ്യുക ഇവിടെ എന്ത് ചെയ്യുക 24 ൽ നിന്നും 9 മൈനസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്താണ് വരിക 24 നോട് കൂടെ 9 ആഡ് ചെയ്തു കഴിഞ്ഞാൽ 29 + 4 33 വരും 24 ൽ നിന്ന് 9 മൈനസ് ചെയ്തു കഴിഞ്ഞാൽ എന്താ വരിക 15 വരും അല്ലേ ഓക്കേ ഇതിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പൊസിഷൻ ഡിഫറൻസ് ബൈ അല്ല ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് വെച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആണെന്ന് വായിക്കാം the terms in two positions of some arithmetic sequence are given അതായത് രണ്ട് പൊസിഷനും തന്നിട്ടുണ്ട് ആ പൊസിഷനിൽ നിന്ന് ടേംസും തന്നിട്ടുണ്ട് റൈറ്റ് the first 5 terms of each ഓരോന്നിന്റെയും ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ടേം 34 ആണ് തേർഡ് ടേം എന്ന് പറയുന്നത് 34 ആണ് ഇത് പൊസിഷൻ ആണ് ഇത് ടേം ആണ് ഓക്കേ ഫസ്റ്റ് തേർഡ് ടേം 34 ആണ് സിക്സ്ത് ടേം 67 ആണ് സിക്സ്ത് ടേം 67 ആണ് എന്നാണ് തന്നിട്ടുള്ളത് ഓക്കേ ഇനി ഇതിന്റെ ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് 67 - 34 divided by d is equal to 67 minus 34 divided by 6 minus 3 okay ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും 7 minus 4 3 ആണ് then 6 minus 3 എന്താണ് 3 ആണ് 6 minus 3 എന്താണ് 3 ആണ് then 33 divided by 3 എത്ര വരും 33 divided by 3 11 വരും അപ്പോൾ എന്ത് കിട്ടി 11 എന്ന് കോമൺ ഡിഫറൻസ് കിട്ടി ഓക്കേ ഇനി നമുക്ക് നമ്മൾ ടേംസ് ഒന്ന് എഴുതുക x1 x2 x3 x4 x5 വരെ അല്ലേ നമുക്ക് കിട്ടേണ്ടത് അതിൽ തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 34 ആണ് 34 ആണ് സിക്സ്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് 67 ആണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ച് ചെയ്യുക അപ്പോൾ ഈ ഫസ്റ്റ് 5 ടേംസ് ചെയ്താൽ എന്താണ് ഡിഫറൻസ് 11 ആണ് 34 കൂടി
34 നിന്നും 11 കുറക്കുക 34 മൈനസ് 11 ചെയ്യാം 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും സെക്കൻഡ് ടേം എത്രയാണ് 4 മൈനസ് 1 3 ആണ് 3 മൈനസ് 1 2 ആണ് ഓക്കെ 3 മൈനസ് 1 2 ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി എത്രയാണ് വന്നത് 23 കിട്ടി ദെൻ ഒരു 11 കൂടി കുറക്കുക 3 മൈനസ് 1 2 ആണ് ദെൻ 2 മൈനസ് 1 1 ആണ് 12 ഓക്കെ ഇനി ഇതിനോട് 34 നോട് കൂടിയിട്ട് എന്ത് കൂട്ടുക 34 പ്ലസ് കോമൺ ഡിഫറൻസ് കൂട്ടുക 11 കൂട്ടി കഴിഞ്ഞാൽ 5 then 4 45 then x5 എന്താ വരുന്നത് 45 plus 11 that is 6 56 35 അല്ല 45 56 ഓക്കേ അപ്പോൾ എങ്ങനെ വരുന്നു ടേംസ് 11 വീതം 12 then plus 11 that is 23 plus 11 34 plus 11 45 40 plus 5 plus 11 56 അപ്പോൾ ഈ ഒരു സീക്വൻസിന്റെ 5 ടേംസും നമുക്ക് കിട്ടി ഇനി ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ഓക്കേ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തേർഡ് ടേം എന്ന് പറയുന്നത് 43 ആണ് സിക്സ്ത് ടേം 76 ആണ് അപ്പോൾ x1 x2 x3 x4 x5 x6 ഈ പൊസിഷൻ നമ്മൾ ആദ്യം തന്നെ എഴുതിയാൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഓക്കേ അപ്പോൾ തേർഡ് ടേം തന്നിട്ടുണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് തേർഡ് ടേം 43 then സിക്സ്ത് ടേം 76 സിക്സ്ത് ടേം 76 then നമുക്ക് കോമൺ ഡിഫറൻസ് d കാണണം അതിനുശേഷം ഇങ്ങോട്ടേക്ക് കുറക്കും ചെയ്യാം അങ്ങോട്ടേക്ക് കൂട്ടിയാൽ എല്ലാ ടേംസും കിട്ടും ഓക്കേ ഒന്നും കൂടി ചെയ്യുന്നു 76 minus 43 divided by 6 minus 3 that is ഇവിടെ ചെയ്യാം 76 minus 43 that is 6 minus 3 then 7 minus 4 3 33 തന്നെയാണ് അല്ലേ ഓക്കേ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു 33 okay 33 divided by 3 that is also 11 അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഇവിടെ ഇതിനോട് കൂടിയിട്ട് 11 കൂട്ടിയാൽ എത്രയാണ് 43 plus 11 എന്താണ് 54 ആണ് 54 plus 11 എന്താണ് 65 ആണ് ഓക്കേ 65 plus 11 എന്താണ് 76 ആണ് ഈ 43 minus 11 എന്താണ് വരിക 32 അല്ല 32 ആണ് വരിക then 32 minus 11 എന്താ വരിക 21 ആണ് വരിക 21 32 43 54 65 76 ഓക്കേ